ബിഗ് ബോസിലേക്ക് റിയാസ് വരുന്നുണ്ട്, എല്ലാവരും പേടിച്ച് പറിച്ച് ഇരിക്കണം എന്നാണ് ഇപ്പോഴും സകല ആൾക്കാരും പറയുന്നത്. അതായത് വേറെ ഒന്നുമല്ല, വീട്ടിൽ കയറ്റാൻ കൊള്ളാവുന്നവരല്ല എന്ന് പറഞ്ഞിട്ട് ലക്ഷ്മിന്റെ ഒരു സ്റ്റേറ്റ്മെന്റ് ഉണ്ടായിരുന്നു. നമുക്ക് എല്ലാവർക്കും അറിയാം, അത് പറഞ്ഞുണ്ടാക്കിയത് ആദില നൂറകൾ തന്നെയാണ്, വേറെ ആരുമല്ല. നിങ്ങൾക്ക് ഓർമ്മയുണ്ടോ എന്നറിയില്ല, അക്ബറിന്റെ ഉമ്മ ഫോൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഇവിടെ ഒരു ഉമർ ഉണ്ടായിരുന്നു, ഇതുപോലെ ആദില നൂറമാരെയാണ് ഉദ്ദേശിച്ചത് എന്ന് പറഞ്ഞിട്ട്. അത് ഏതോ ഒരു ലൈവില് അവര് തന്നെയാണ് പറഞ്ഞത്, ഞങ്ങളെ വീട്ടിൽ കയറ്റാൻ കൊള്ളാത്തവരാണെന്ന് പറഞ്ഞുണ്ടാക്കിയത് അവര് തന്നെയാണ്, അല്ലാതെ ലക്ഷ്മിയല്ല. മോഹൻലാൽ വന്നിട്ട് അത് നിങ്ങൾ കേട്ടോ നിങ്ങൾ കേട്ടോ നിങ്ങൾ കേട്ടോ എന്ന് പറഞ്ഞു കഴിഞ്ഞാല് നമ്മളൊക്കെ ഏകദേശം കേട്ടിട്ടുണ്ട് എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ റിയാസ് വന്നിട്ട് ലക്ഷ്മിന്റെ മൂക്കിലങ്ങ് കയറ്റെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതെന്താ, റിയാസിനെ പേടിച്ചേക്കണം എല്ലാവരും, റിയാസിനെ പേടിച്ച് ഭയഭക്തിയോടുകൂടി നിൽക്കണം എല്ലാവരും. അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. റിയാസ് ആരാ ഇവിടെ? റിയാസ് ആരാണ്? റിയാസിനെ പേടിച്ചിട്ട് ലക്ഷ്മിക്ക് ഇട്ടൊരു പണിയാണ് വരുന്നത്. ലക്ഷ്മിയെ ഇന്ന് തേച്ചൊട്ടിക്കും. ലക്ഷ്മി ഇതൊന്നും കരുതിയിട്ടുണ്ടാവില്ല, ഇത് പറയുമ്പോൾ ലക്ഷ്മി ഇതൊന്നും കരുതിയിട്ടുണ്ടാവില്ല. പേടിച്ച് പറിച്ച് ലക്ഷ്മി ഇതെന്താ ഇത് യുദ്ധ അല്ല, അറിയാതുകൊണ്ടിരിക്കുന്നതെന്ന്. ഇത് ബിഗ് ബോസ് എന്ന് പറഞ്ഞൊരു ഷോ അല്ലേ, അല്ലാതെ ഇത് യുദ്ധമൊന്നും അല്ലല്ലോ. എന്താ ലക്ഷ്മിനെ അങ്ങ് തല്ലു ഇയാൾ വന്നിട്ട്? അല്ല, എന്നാ പിന്നെ ഒന്ന് കാണണല്ലോ. ഇതിപ്പോഴും ഉണ്ടാകുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലക്ഷ്മിക്ക് നല്ല രീതിയിലുള്ള സപ്പോർട്ട് കൂടും. കാരണം ഇവനെയൊന്നും പറഞ്ഞാൽ ലോകത്തൊരാൾക്ക് പോലും ഇഷ്ടമല്ല ഈ റിയാസ് എന്ന് പറയുന്നവനാ. അവൻ വന്നിട്ട് ഇനിയിപ്പോൾ ആരെ സപ്പോർട്ട് ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾ പോലും അംഗീകരിക്കത്തുമില്ല, അത് ഉറപ്പാണായിരുന്നു. കാരണം ആർക്കെങ്കിലും ഒരാൾക്ക് ഇഷ്ടമുണ്ടോ അവനെയൊക്കെ? നിങ്ങളൊന്ന് പറ, ഈ കമൻ്റ് ഒന്ന് ചെയ്യാനായിരുന്നു. കാരണം എന്താ വെച്ചാൽ അവൻ അത്രയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വെറുപ്പിച്ചിട്ട് പോയ ഒരു മത്സരാർത്ഥിയാണ്. എന്നിട്ട് അവനെ പേടിച്ച് ജീവിക്കണം, അല്ലെങ്കിൽ അവനെ തൊഴുത് ജീവിക്കണം. അവനുണ്ടെങ്കിൽ അവൻ വരുന്നുണ്ട്, അവൻ വന്നു കഴിഞ്ഞാൽ ലക്ഷ്മിയെ ഒരു കാര്യം ഞാൻ പറയാം, അതായത് ലക്ഷ്മി പറഞ്ഞത് അതവിടെ കഴിഞ്ഞ്, അത്രയേ ഉള്ളൂ. ലക്ഷ്മിയുടെ അഭിപ്രായമാണ് പറഞ്ഞതെന്ന് ലാലേട്ടനോടും പറഞ്ഞു, വേറെ ആർക്കും അത് അഭിപ്രായം ഇല്ലാതാനും. പിന്നെ വേറെ ഒരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലക്ഷ്മി അത് മല പോലെ ഉറച്ചു നിന്നു. ലക്ഷ്മിയെ അങ്ങ് ഉണ്ടാക്കി കളയാന്ന് പറഞ്ഞിട്ടാണെങ്കിൽ അങ്ങനെയാണെങ്കിൽ ഒരു കാര്യം ചെയ്തു തുടങ്ങി, ഈ ലക്ഷ്മിയെ അന്ന് തന്നെ എടുത്തിട്ട് എന്ന് പറഞ്ഞാൽ വെളിയിലിടണമെന്ന് പറഞ്ഞാൽ പോരെ, എന്നാൽ പിന്നെ കഴിഞ്ഞില്ലേ. ഇപ്പം ഇതിൻ്റെ പേരിൽ എങ്ങനെയെങ്കിലും വന്നിട്ട് ആദിലാന്ന് ഉറമാർക്ക് അങ്ങനെ അങ്ങ് ഒരു സ്പേസ് ഉണ്ടാക്കി കൊടുക്കാൻ വേണ്ടിയിട്ട് ഇവിടെ കിടന്നിട്ട് നല്ല രീതിയിൽ എല്ലാവരും ശ്രമിക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നുന്നത്. അല്ലാതെ വേറെ ഒന്നുമല്ല. ഇന്നലെ വന്ന ശോഭയായാലും പിന്നെ അതുപോലെ ഷിയാസ് ആയാലും ശോഭയൊക്കെ എന്ന് പറഞ്ഞാൽ കുറച്ച് ഓവർ തന്നെയായിരുന്നു. ഇന്നലെ ഒറ്റ ദിവസം കൊണ്ട് ഈ ശോഭക്ക് ഉള്ള പേരും കൂടി നഷ്ടപ്പെട്ടു എന്ന് എനിക്ക് പറയാനുള്ളൂ. അതായത് ശോഭ എന്തിനാണ് ഇവിടെ വന്നിരിക്കുന്നത്? ആദില നൂറമാർ എന്ന കല്യാണം കഴിപ്പിച്ചു വിടാനാ? എന്തൊരു വൃത്തികേടാ അവരൊക്കെ പറയുന്നത്. ഇവിടെ എന്തിനാ വന്നത്? ഒരു ഗസ്റ്റായിട്ട് വന്നു കഴിഞ്ഞാൽ ഗസ്റ്റിന്റെ ജോലി ചെയ്യാന്നല്ലാതെ ഇവിടെ വന്നിട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റു പലതും പറയാനും അതുപോലെ മറ്റു പലരെയും മുന്നോട്ട് കൊണ്ടുവരാനുമാണ് ഇവർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നത്, അല്ലാതെ വേറെ ഒന്നുമല്ല. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. പിന്നെ വേറെ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി റിയാസ് അല്ല, ഇനി ആര് വന്നു കഴിഞ്ഞാലും ശരി, അതിനകത്തുള്ള മത്സരാർത്ഥികളെല്ലാം ഒരുമിച്ച് നിന്ന് കഴിഞ്ഞാൽ ഇവന് ഓടേണ്ടി വരുന്നത് എനിക്ക് പറയാനുള്ളൂ. ഇതിന് മുന്നേ തന്നെ എന്ന് പറഞ്ഞാൽ രജിത് കുമാർ എന്ന് പറയുന്ന ഒരു മാന്യം വന്നിരുന്നു, ഇതുപോലെ ഗസ്റ്റ് ആയിട്ടാണ് വന്നത്. അയാൾ വന്നിട്ട് എല്ലാവരെയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവിടെ വെച്ചിട്ട് ഭയങ്കരമായിട്ട് ചൊറിച്ചൽ തുടങ്ങി. അവസാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പിടിച്ച് പുറത്താക്കും എന്നുള്ള ലെവലിൽ വന്നതിൻ്റെ ഇപ്പ് ബിഗ് ബോസ് തന്നെ അവിടെ ഇടപെട്ടു എന്നുള്ളതാണ്. അതാണ് ഞാൻ പറയുന്നത്. ഇവരൊക്കെ വരുമ്പോൾ ഭയഭക്തി ബഹുമാനവും പേടിയും ഒന്നും അല്ല വേണ്ടത്. അതായത് നേരിട്ട് ഇതെന്താ ഇത് ഇന്നലെ മുതൽ കേൾക്കുന്നതാണ്. ലക്ഷ്മിക്ക് പണിയായി, ലക്ഷ്മിയെ അവിടുത്തെ കരഞ്ഞ് ഓടേണ്ടി വരും, ലക്ഷ്മി അവിടെ നിന്ന് എവിടെയെങ്കിലും ഓടി ഒളിക്കേണ്ടി വരും. റിയാസ് വരുന്നു, റിയാസ് എന്താ മൂക്ക് കയറ്റുക? അതാ എനിക്ക് മനസ്സിലാകാത്തൊരു കാര്യം. അത് ഈ റിയാസ് ആരാ കേരള സമൂഹത്തിൽ അത്ര വലിയ ബാണ്ടപ്പെട്ട എല്ലാവരും ദൈവത്തെ പോലെ കൊണ്ടു നടക്കുന്നവനാണോ? അല്ല, എനിക്ക് മനസ്സിലാകുന്നില്ല. ഒരു ഷോയിൽ വന്നിട്ട് പരമാവധി വെറുപ്പിച്ചിട്ട് കോട്ട തട്ടിയിട്ട് പോയ ഒരുത്തനാടുന്ന്, അത്രയേ ഉള്ളൂ. ബിഗ് ബോസിന്റെ നല്ല രീതിയിൽ ഊക്ക് മേടിച്ച് അസൂയ കൊണ്ട് മാത്രം പോയ ഒരുത്തനാടുന്ന്. പിന്നെ അവൻ വരുന്നുണ്ടെങ്കിൽ വന്നോളാ പോയിക്കോളാം എന്നല്ലാതെ റിയാസ് വരുന്നുണ്ട് എന്ന് പറഞ്ഞിട്ട് ഇവിടെ ഇങ്ങനെ കരഞ്ഞുകൊണ്ടും നിലവിളിച്ചുകൊണ്ടും ചില ആൾക്കാർ നിൽക്കുകയാണ്. മനസ്സിലായ? വേറെ ഒന്നുമല്ല, ലക്ഷ്മിക്കെതിരെ റിയാസ് വരുന്നു, ലക്ഷ്മിയെ എന്തെങ്കിലും ചെയ്യും. ഇന്ന് ലക്ഷ്മിയെ ലാസ്റ്റ്, നാളെ ലക്ഷ്മിയെ കൊണ്ടുവരും വീട്ടിലേക്ക്, പിന്നെ പറഞ്ഞു വിടും. നാളെ ലക്ഷ്മിക്കെതിരെ ആഞ്ഞടിക്കുന്നു റിയാസ് എന്നൊക്കെ പറഞ്ഞിങ്ങനെ ഭയപ്പെടുത്തിയിട്ട് പണ്ടത്തെ എന്താ പറയുക, എലി പോലെ വന്നവൻ പിന്നെ എന്താണ് പുലി പോലെ വന്നവൻ എലി പോലെ പോയി എന്ന് പറഞ്ഞ പോലെ ആക്കുമെന്നാണ് എൻ്റെ പ്രശ്നമായിരുന്നത്. ഇപ്പോഴേ 2 ഗസ്റ്റുകൾ വന്നു എന്ന് പറഞ്ഞ് 2 ഗസ്റ്റുകൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇത്രയും വെറുപ്പിച്ചൊരു ഗസ്റ്റുകളെ ഞാൻ എൻ്റെ ജീവിതത്തിൽ ബിഗ് ബോസിൽ കണ്ടിട്ടില്ല. എന്തിനാണ് ബിഗ് ബോസ് ഇങ്ങനത്തെ ടീമിനെ കൊണ്ടുവരുന്നതെന്ന് എനിക്ക് മനസ്സിലാകുന്നുമില്ല. ആർക്ക് വേണ്ടിയിട്ടാണ്, എന്താണ് ഗെയിം എന്നറിയാത്ത ഓരോരുത്തന്മാരിങ്ങനെ കൊണ്ടുവന്നിട്ട് ചലഞ്ചേഴ്സ് ആവുമല്ലോ. എന്ത് ചലഞ്ചേഴ്സ് എന്നാണ് പറയുന്നത്? ഇവരെന്താ ചലഞ്ച് ചെയ്യുന്നത്? ഇവരെന്ത്
എന്ത് ചലഞ്ച് ചെയ്തു എന്ന് പറയുന്നത് പാവി എടുത്ത് മുകളിൽ ചാടുന്നതും അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ ആദില നൂറമാർക്ക് സപ്പോർട്ടിന് വേണ്ടിയിട്ട് പലതും സംസാരിക്കുകയും ഇതൊക്കെയാണ് അവരവിടെ ചെയ്യുന്നത്. ഇനി ഇപ്പോഴും എന്ന് പറഞ്ഞ ഒരു കാര്യം ഞാൻ നിങ്ങളോട് പറയുമ്പോൾ ഈ ആദില നൂറമാരും അതുപോലെ തന്നെ ലക്ഷ്മി ആയാലും ഇവരൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ വൈരാഗ്യം മനസ്സിലങ്ങ് വെച്ചുകൊണ്ടിരിക്കല, ഇതൊന്നും തീരത്തില്ലേ? ഇതെല്ലാം പലപ്പോഴും എന്ന് പറഞ്ഞാൽ ഇതന്നെ ബിഗ് ബോസ് തന്നെ ഇത് തീർക്കും ഇതിൻ്റെ ഉള്ളിൽ നടന്നത്. അതാണ് മനസ്സിലാക്കേണ്ടത്. അതുകൊണ്ട് ഞാൻ പറയുന്നത് വെച്ചാൽ ഓരോരോ ആൾക്കാർക്ക് അവരുടേതായ അഭിപ്രായങ്ങളും കാര്യങ്ങളും ഒക്കെ ഉണ്ട്. അത് ആ അഭിപ്രായവും കാര്യങ്ങളൊക്കെ ആയിട്ട് അവരങ്ങ് പോയിക്കോളും. അതിൻ്റെ ഇടയ്ക്ക് കയറിയിട്ട് ഇതുപോലെയുള്ള ഓരോരുത്തന്മാരെ കൊണ്ടുവന്ന് അയ്യോ കൊണ്ടുവന്നത് ലക്ഷ്മിയെ ഒതുക്കാനാണ്, അല്ലെ ലക്ഷ്മിയെ നല്ല രീതിയിൽ പഠിപ്പിക്കാനാണ്. അല്ല, ഞാൻ ചോദിക്കുന്നത് ഇയാൾ ഭീകരനൊന്നല്ലോ, ഇയാൾ ഭീകരജീവിയൊന്നല്ലല്ലോ. ഈ റിയാസ് വരുമ്പോൾ അങ്ങ് ഞെട്ടിയങ്ങ് വിറച്ച് നമ്മളങ്ങ് മാറി ഓടിക്കരയാൻ വേണ്ടിയിട്ട് ഇയാൾ എന്താ ചെയ്യുന്നത്? ഇയാൾ ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ കണ്ടതാണ്. ഒരുത്തനോട് ദേഷ്യം വന്നിട്ട് മറ്റവൻ്റെ കപ്പ് തല്ലി പൊട്ടിക്കുന്നത് മാത്രം. കുറച്ച് ഇംഗ്ലീഷും അറിയാം, അതുപോലെ തന്നെ എന്ന് പറഞ്ഞാൽ അങ്ങനെയുള്ള കുറച്ച് ഇത് മാത്രം. അല്ലാതെ ഇയാൾ ജീവിതത്തിൽ എന്ത് പുരോഗതി ഇയാൾ വഹിച്ചിരിക്കുന്നത്? അല്ലാതെ ജീവിതത്തിൽ എന്ത് വിജയമാണ് ഇയാൾക്കുള്ളത്? അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. പിന്നെ ഇയാളെ മാത്രം കൊണ്ടുവന്നിട്ട് എന്തോ അങ്ങ് മൂക്കക്കേറ്റ് കളിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാണ് എനിക്ക് ചോദിക്കാനുള്ളത്. ഓരോരോ ആൾക്കാർ അവരുടെ പ്രവർത്തന മേഖലയിലും കാര്യങ്ങളിലൊക്കെ വിജയം ഭരിച്ചവരാണ്. അതുകൊണ്ട് ബിഗ് ബോസിനോട് എനിക്ക് പറയാനുള്ളത്, ചലഞ്ചേഴ്സിനെ കൊണ്ടുവരുമ്പോൾ നല്ല ചലഞ്ചേഴ്സിനെ കൊണ്ടുവരാൻ ശ്രമിക്കുക. അല്ലാതെ ഇതുപോലെയുള്ള ഒന്നിനും കൊള്ളാത്ത ഒരുപാട് എണ്ണത്തിനെ കൊണ്ടുവന്നിട്ട് യാതൊരു കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല. ഒരു കാര്യമില്ല. അതാണ് മനസ്സിലാക്കേണ്ടത്. ഇനി റിയാസ് അല്ല, ഇനി ആര് വന്നു കഴിഞ്ഞാലും ഈ സീസണിൻ്റെ ഗതി ഇത്രയേ ഉള്ളൂ എന്ന് എല്ലാവർക്കും അറിയാം. ഇനിയിപ്പോൾ 50 ദിവസം കഴിഞ്ഞാൽ ഈ സീസൺ ഇപ്പം തന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ അഭിപ്രായത്തിന് 10 ദിവസം കൂടി എങ്ങനെയെങ്കിലും ഓടിച്ചിട്ട് വിട്ടു കൊടുക്കുന്നതാണ് നല്ലത്. ആർക്കാണ് കപ്പ് നേച്ചാൽ കൊടുത്തിട്ട് അടുത്ത സീസൺ തുടങ്ങും, അതാണ് വേണ്ടത്. കാരണം ഇതിൻ്റെ അകത്ത് വന്ന എല്ലാവർക്കും, ഇന്നലെ ഇപ്പോൾ ശോഭയായാലും ഷിയാസ് ആയാലും ഒരുപാട് കാര്യങ്ങൾ തുറന്നു പറഞ്ഞിട്ടുമുണ്ട്, എല്ലാവർക്കും മനസ്സിലായിട്ടുമുണ്ട്. അതായത് ഈ പിന്നെ എന്താ പറയുക നൂറയുടെ ആ ഒരു പവർ എടുത്ത് കളയാൻ വേണ്ടിയിട്ട് ബിഗ് ബോസ് കളിച്ച ഒരു നാടകമുണ്ട്. ആ നാടകം മനസ്സിലായത് അക്ബറിന് മാത്രമാണെന്ന് ബിഗ് ബോസ് പറയുന്നത്, അക്ബറും പറയുന്നത്. പക്ഷേ ഒരു കാര്യം ഞാൻ പറയാം, ബിഗ് ബോസ് കൃത്യമായിട്ട് അക്ബറിനെ വിളിച്ച് സംഗതികളൊക്കെ പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ നാടകം അവിടെ പൊളിഞ്ഞത്. കാരണം അക്ബറിന് ഈ പവർ കിട്ടും എന്നാണ് ബിഗ് ബോസ് വിചാരിച്ചത്. അതുകൊണ്ട് തന്നെ നൂറക്ക കിട്ടിയത് അത് പൊളിച്ചു കളയാൻ വേണ്ടിയിട്ട്. അതുപോലെയുള്ള സംഭവങ്ങൾ തന്നെയാണ് ഇവിടെയും വന്നിരിക്കുന്നത്. ഇവിടെ പലരുടെയും ആറ്റിറ്റ്യൂഡ് അതെന്ന് പറഞ്ഞാൽ ഷിയാസ് കരീം ആയാലും അതുപോലെ ശോഭയായാലും ഇവർ രണ്ടുപേരും വന്നപ്പോൾ തന്നെ നമുക്ക് ഏകദേശം അറിയാം ഇതിൻ്റെ അകത്ത് നെഗറ്റീവ് ആരാണ് പോസിറ്റീവ് ആണെന്ന് എല്ലാവർക്കും പറഞ്ഞു കൊടുത്തതുപോലെയാണ് എനിക്ക് തോന്നിയത്. ഇനി അങ്ങോട്ടുള്ള കളി എന്ന് പറഞ്ഞാൽ അതുപോലെ ആയിരിക്കും. അല്ലാതെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരാൾ പോലും ഇനി സംസാരിക്കുന്നത് എനിക്ക് തോന്നുന്നില്ല. അവിടെ പല ആൾക്കാർക്കും പല കാര്യങ്ങളും അറിഞ്ഞിരിക്കുന്നു. പിന്നെ ചില ആൾക്കാർ അറിയാതെ തന്നെ അറിഞ്ഞിരിക്കുന്നു. അതാണ് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ഇപ്പൊ അനീഷ് ഒരാളോട് പോയി ചോദിച്ചിട്ടോ കാര്യങ്ങളോ ഒന്നുമില്ല. പക്ഷേ അനീഷിന്റെ അടുത്ത് മറ്റുള്ളവർ കാണിക്കുന്ന ചില കാര്യങ്ങൾ കാണുമ്പോൾ അനീഷിന് മനസ്സിലാകുന്നുണ്ട്, ഞാൻ പുറത്തെ പിന്നെ പോസിറ്റീവാണ്, ഞാൻ നല്ലവനാണ്, അതുകൊണ്ട് എനിക്ക് കുറച്ച് പ്രേക്ഷക പിന്തുണയുണ്ട്, ആ ഒരു ലെവലിൽ പോകാമെന്ന് അനീഷും വിചാരിക്കും. അങ്ങനെ പലരും വിചാരിച്ചു. അതാണ് ഇവരൊക്കെ കയറുമ്പോൾ തന്നെ ഈ ബിഗ് ബോസ് എന്ന് പറഞ്ഞ മാന്യന് പറഞ്ഞുകൂടെ, ദാ മാടെ പോയിട്ട് മിണ്ടരുത്, ഒരു ക്ലാസ് കൊടുത്തൂടെ, അവിടെ പോയിട്ട് ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ പറയരുത്, ഒരു ക്ലാസ് കൊടുത്തൂടെ. അല്ലെങ്കിൽ എന്ന് പറഞ്ഞ് ഇതൊക്കെ കഴിഞ്ഞിട്ടല്ലേ ഇങ്ങ് അകത്തേക്ക് കയറ്റി വിടാൻ പാടുള്ളൂ. ഇതൊന്നും ചെയ്യാതെ അവിടെ വന്നിട്ട് എല്ലാവരും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാം വിളിച്ചു പറഞ്ഞ് ഒരു ഗെയിമിനെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മൊത്തം കൊളാക്കി വെച്ചിട്ട് പറയുകയാണ് ചലഞ്ചേഴ്സ്. നന്ദി, നമസ്കാരം.